2025 ഫിനാൻസ് ബില്ല് വന്നു. NRIs, ഗൾഫിലുള്ള NRIs ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ കഴിഞ്ഞ 10 ദിവസമായി ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടല്ലോ, വല്ല മാറ്റവും നമ്മുടെ ബില്ലിലുണ്ടോ എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി ബില്ലിൽ അങ്ങനെ യാതൊരു പരാമർശവും ഇല്ല. ഇവിടെ എനിക്കൊരു കാര്യം നിങ്ങളോട് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്, ഫിനാൻസ് ബില്ല് എന്നത് കഴിഞ്ഞ 10 ദിവസം മുമ്പ് തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാവാം. നമ്മൾ ഒരു 10 ദിവസമായി മാധ്യമങ്ങൾ വഴിയും നമ്മുടെ കേരളത്തിലെ MP മാർ വഴിയും NRI അസോസിയേഷൻസ് വഴിയും പല രീതിയിലും നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നത് ഫിനാൻസ് മിനിസ്റ്ററിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 10 ദിവസം ലോകസഭയിൽ നമ്മുടെ MP മാർ, കേരളത്തിലെ MP മാർ ഓൾമോസ്റ്റ് 6ഓളം പേര് ഈ ഒരു വിഷയം സ്ട്രോങ് ആയിട്ട് തന്നെ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കുള്ള ഒരു റിക്വസ്റ്റ്, നിങ്ങൾ എങ്ങനെയാണോ കഴിഞ്ഞ ഒരു 10 ദിവസം ഈ ഒരു ക്യാമ്പയിന് വേണ്ടി സപ്പോർട്ട് ചെയ്തത്, അടുത്തൊരു 10 ദിവസം കൂടിയും നിങ്ങളുടെ നെറ്റ്വർക്ക്, നിങ്ങളുടെ അസോസിയേഷൻസ് വഴി നമ്മുടെ കേരളത്തിലെ എല്ലാ MP മാരും ഈ ഒരു വിഷയം സ്ട്രോങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ബില്ല് ഫൈനലൈസ് ആകാൻ ഇനിയും ഒരു 10-15 ദിവസമുണ്ട്. ആ ബില്ല് അമെൻമെൻറ്റ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ആവശ്യം ഈ പുതിയ നിയമത്തിൽ വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം. 7 ഓഗസ്റ്റ് 2024 ഇങ്ങനെ ഒരു അമെൻമെൻറ്റ് വന്ന സമയത്ത് ഈ ഒരു കൺസേൺ ആയിട്ട് ഞാൻ ഒരുപാട് പേരോട് അപ്രോച്ച് ചെയ്തിരുന്നു. ഒരുപാട് NRI അസോസിയേഷൻസ്, എൻ്റെ നെറ്റ്വർക്ക് ഓഫ് NRI ഫ്രണ്ട് സർക്കിളിൽ ഞാനിത് സമീപിച്ചു. പക്ഷെ ആരും അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം ഇതൊന്നും നമുക്കിനി ചെയ്യാനൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ ഇതിനു വേണ്ടി ടെക്നിക്കലി ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പെറ്റീഷനും ഡ്രാഫ്റ്റ് ചെയ്തു. പക്ഷേ ആരെങ്കിലും ഒരാൾ കൺസേൺ പാർട്ടി സൈൻ ചെയ്യണം. അതിന് ഞാനൊരു 5-6 NRIസിനെ സമീപിച്ചു. പക്ഷേ ആരും മുന്നോട്ട് വന്നില്ല. പക്ഷെ അതിനുവേണ്ടി ഒരു ക്ലയൻറ്റ് കുവൈറ്റിൽ നിന്ന് വന്ന് ഈ പെറ്റീഷൻ എനിക്ക് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ സപ്പോർട്ട് ചെയ്തു. പിന്നീട് ഞാൻ ഇതിൻ്റെ പുറകെ ഒരു 6 മാസം നടന്നു. അപ്പോഴും ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല. പക്ഷേ എനിക്കിവിടെ നന്ദി പറയാനുള്ളത് 2 വ്യക്തികളോടാണ്. ഒന്ന് ദുബായിലെ ഹിറ്റ് FM മിസ്റ്റർ ഫസലു, പിന്നീട് ഗൾഫ് ന്യൂസിലെ സജില ശശീന്ദ്രൻ. ഇവർ 2 പേരും കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നടത്തിയ ആ മീഡിയ ക്യാമ്പയിൻ സത്യം പറഞ്ഞാൽ ഒരുപാട് NRIs കമ്മ്യൂണിറ്റി ലെവലിലും ഒരുപാട് അസോസിയേഷൻ ലെവലിലും ഈവൻ ഇൻക്ലൂഡിങ് ഹൈ ലെവൽ ലീഡേഴ്സ് MP മാരുടെ ഇടയിലൊക്കെ ഇത് ശ്രദ്ധിക്കപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഇന്ന് നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ മുന്നിൽ ഇതൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഐ റിയലി താങ്ക് ദോസ് 2 പീപ്പിൾ. അഗെയിൻ ഐ റിക്വസ്റ്റ് നിങ്ങളെല്ലാവരും ഈ അസോസിയേഷൻസ്, ഈ NRI കമ്മ്യൂണിറ്റി, ഈവൻ ഇൻഡിവിജ്വൽ ഒരു NRI വ്യക്തിക്ക് തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള കമ്മ്യൂണിറ്റി ലെവലിൽ ഈ 6 MP മാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുപോലെ തന്നെ മറ്റുള്ള 20 MP മാരുടെ ശ്രദ്ധയിലും, ഞാൻ പറഞ്ഞ നമ്മുടെ കേരളത്തിലെ എല്ലാ MP മാരുടെ ശ്രദ്ധയിലും ഇത് പെട്ടാൽ കേരളത്തിൻ്റെ ഒരു ആവശ്യമല്ല, ഇത് ഇന്ത്യയിലെ എല്ലാ NRIസിനും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇന്ത്യയിൽ റെസിഡൻറ്റിന് എന്താണോ റിയൽ എസ്റ്റേറ്റിലുള്ള ഒരു ബെനിഫിറ്റ് ടാക്സേഷൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ മുകളിൽ ആ ബെനിഫിറ്റ് NRIസിനും വേണം എന്നുള്ളതാണ് നമ്മുടെ റിക്വസ്റ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ഡു ഷെയർ ടു ഓൾ യുവർ NRI കമ്മ്യൂണിറ്റി. താങ്ക് യു സോ മച്ച്.